ക്യൂ ഡിസ്കൗണ്ട്സ് മൊബൈൽ ആപ്പ്. നിങ്ങളുടെ കച്ചവടവും ഓൺലൈനാക്കാം. വെറും 1000 രൂപയ്ക്ക്. വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ലാഭം. ഭാവലയ മധുരത്തിന്റെ വിശ്വസംഗീത വേദിയിൽ പാലക്കാട്ടുകാരൻ ശ്രീഹരി എത്തുന്നു. വെൽക്കം ശ്രീഹരി ഓൺ സ്റ്റേജ്. മണിയൻ എങ്ങനെ പാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പാടി, നല്ല ഫീല്, നല്ല എക്സ്പ്രഷൻ. സംഗതികൾക്ക് കുറച്ച് പ്രശ്നമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം.
പക്ഷെ അതിനെല്ലാം ഉപരി മോന് ഒരു ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും മോൻ്റെ ഏറ്റവും വലിയ സക്സസ്. അതായത് എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ, അല്ലെങ്കിൽ എനിക്കു തരാൻ ഇനിയുണ്ടോ എന്ന് പറയുന്ന അവിടം വരെയുള്ള ആ എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് എനിക്കെൻ്റെ ബാല്യം ഇനി വേണം എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറൻറ്റ് സൗണ്ടായിട്ട് വരുന്നു. അപ്പം ഈ പാട്ടിന് ഈ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഒരു ഭാവവും ഒരു ശബ്ദവും ഉണ്ട്. അത് മോൻ ആദ്യം കൊണ്ടുവന്നു, ആദ്യത്തെ പല്ലവിയിൽ കൊണ്ടുവന്നു. പക്ഷേ അനുപല്ലവിയിലും പല സ്ഥലങ്ങളിലും അതായത് ഈ മടിയിൽ വീണുറങ്ങാൻ എന്ന് പറയുമ്പോൾ കുറച്ച് ലൗഡാവുന്നു. അപ്പൊ ഇത് മോന് ഒതുക്കി ആദ്യത്തെ പല്ലവി പാടുന്നത് പോലെ തന്നെ ടോട്ടൽ പാടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, സംശയമില്ല. ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ? എനിക്കു തരാൻ ഇനിയുണ്ടോ കുടുകൂടെ ചിരിക്കുന്ന പൊൻപാവ, വിശക്കുമ്പോൾ പകരാമോ തൈർക്കലം തൂവുന്ന തൂവെണ്ണ തൂവെണ്ണ. എനിക്കെന്റെ അവിടെ ഓപ്പൺ ചെയ്യാതെ ഇതിൽ തന്നെ പാടാൻ നോക്കുക. ഇപ്പം തൂവെണ്ണ എനിക്കെന്റെ അങ്ങനെ പോയി കഴിഞ്ഞാൽ മോനെ ആ സുഖം പോകും. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ, പറ്റുമെങ്കിൽ മതി. തൈർക്കലം തൂവുന്ന തൂവെണ്ണ എനിക്കെന്റെ ബാല്യമിനി വേണം, എനിക്കെന്റെ സ്നേഹമിനി വേണം, കിനാച്ചിറകിൽ കിനാച്ചിറകിൽ സോഫ്റ്റ്നെസ് കുറച്ച് സോഫ്റ്റ് ആക്കി അത് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പം ഒരിക്കലും 2 സൗണ്ട് വരുത്തി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയോ, നമുക്ക് പെട്ടെന്ന് ഒരു ജമ്പ് ഫീൽ ചെയ്യും. എന്നമ്മേ ഒന്നു കാണാൻ, അത് ആ ഫീലാണ് അതിനകത്ത് വരേണ്ടത്. അത് മോൻ മാക്സിമം കൊണ്ടുവന്നു. പക്ഷെ ആദ്യത്തെ താരാട്ടൊന്നില്ലേ, അവിടെ ഒരു സംഗതി ഉണ്ടല്ലോ പല്ലവിയുടെ എൻഡില്, അത് ഭയങ്കര ലൗഡായി. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ സബാഷ്. കരളുരുകുമൊരു താരാട്ട്. ആഹാ, ഇതാണ് വേണ്ടേ. നീ മറ്റേത് താരാട്ട് എന്ന് പാടി, ഇത് കയ്യിലിരിക്കുകയല്ലേ, അരവണ കയ്യിലിരിക്കുകയല്ലേ, പിന്നെന്ത് വേണം? പിന്നെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെ ടോട്ടലായിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര രസമായിരിക്കും കേൾക്കാൻ. പക്ഷെ ഇത് പറഞ്ഞു തന്നത് ഇൻ ഫ്യൂച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, കുറ്റമല്ല. കേട്ടോ മകനെ? ഓക്കെ മണിയാ. ശ്രീഹരി, ആദ്യമൊക്കെ മോൻ ഇങ്ങനത്തെ പാട്ടുകൾ കൊണ്ടുവരുമ്പം നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവണം. ഈശ്വര, ഇവൻ ഇനി ഇതെടുത്ത് കൈവിട്ട് പോവോ എന്ന്. ഇപ്പോൾ ഇങ്ങനത്തെ പാട്ട് മോൻ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താ പറയണ്ട, ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഇവൻ അത് എടുത്തോളും, ഒരു കുഴപ്പമില്ല എന്നുള്ളത്. അങ്കിളിന് നല്ല ഇഷ്ടപ്പെട്ടു. എന്താണ് അങ്കിൾ ആഗ്രഹിച്ചത് അത് മോൻ്റെ റെൻഡറിങ്ങിൽ ഉണ്ടായിരുന്നു കേട്ടോ. വെരി ഗുഡ്. പിന്നെ എപ്പോഴും എല്ലാവർക്കും ഇമ്പ്രൂവ്മെൻറ്റിന് സ്കോപ്പ് ഉണ്ടാവും. നമ്മൾ പാടിക്കഴിഞ്ഞ പാട്ടിലാണെങ്കിലും അതിനെ നന്നാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ അങ്കിൾ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ എന്തൊക്കെയാണ് മോൻ ശ്രദ്ധിക്കേണ്ടത്. ഇത് തന്നെ നമ്മൾ 2-3 പാട്ട് മുമ്പേ പാടിയപ്പം പറഞ്ഞിരുന്നു. അതായത് എത്ര ഓപ്പൺ എത്ര സോഫ്റ്റ്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. വളരെ സോഫ്റ്റ് ടു വളരെ ഓപ്പൺ വരുമ്പോഴാണ് വ്യത്യാസം വരുന്നത്. വളരെ സോഫ്റ്റിൽ നിന്നും കുറച്ച് ഓപ്പൺ ആവുക, ഇവിടെ നിന്ന് അത്ര ഓപ്പൺ ആവാതെ ഇത്ര ക്ലോസ് ചെയ്യുക, അപ്പോൾ വരുന്നൊരു സംഭവമില്ലേ മീഡിയം. ആ മീഡിയത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. ടു ഓപ്പൺ ആവുമ്പോഴാണ് മറ്റേ എന്താ പറയുക, നമ്മൾ അലറി വിളിക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ സംഭവം വരെ. അത് മോനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം ഇപ്പൊ വളരെ സോഫ്റ്റ് മോൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ, അതായ സ്ഥിതിക്ക് മോനെ സോഫ്റ്റ് ആക്കാൻ അറിയാം. ഓൾ ദി ബെസ്റ്റ്. ശ്രീഹരിക്കുട്ട, ശ്രീഹരി പാടുമ്പം ഈ പാട്ടിലല്ലേ നമ്മൾ ഇപ്പൊ ശ്രുതിയിൽ പാടുന്നത്, ടെമ്പോയിൽ പാടുന്നത്, ഇങ്ങനെ പല ടെക്നിക്കാലിറ്റീസ് നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ മോൻ എങ്ങനെ പാടിയാലും എനിക്ക് എപ്പോഴും ആ പാട്ടിന്റെ വാക്കുകൾ അങ്ങനെ എൻ്റെ ഉള്ളിൽ പോയി അങ്ങനെ എനിക്ക് തറയ്ക്കും അങ്ങനെ. അത് നമുക്ക് എന്താ പറഞ്ഞിട്ട് വരുന്ന കാര്യമല്ല, അത് ഭഗവാനിന്റെ അനുഗ്രഹമാണത്.
അപ്പൊ മോൻക്ക് അങ്ങനെ ഒരു വലിയ അനുഗ്രഹമാണ്. ഏത് പാടിയാലും യു കമാൻഡ് സംബഡീസ് അറ്റൻഷൻ. അതൊരു വലിയ ഒരു ഗ്രേസ് ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ പറഞ്ഞ മാതിരി തന്നെ ഇപ്പൊ പാടി കേൾപ്പിച്ചുവല്ലേ, കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് അവർ എക്സ്പ്രഷൻ വളരെ പതുക്കെ പാടി ലാസ്റ്റ് ലൈൻ അനുപല്ലവിയില്, അതൊക്കെ കൊള്ളാമായിരുന്നു. പക്ഷെ നേരത്തെ പാടിയതും എനിക്ക് വേറൊരു രീതിയിൽ അതൊരു ഇമ്പാക്ട് ചെയ്തു. പക്ഷെ ചില കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്നത് നല്ലതാണ്. ഞാൻ ഒരുപാട് ആസ്വദിച്ചാണ് കേട്ടത്. ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നി ശ്രുതിയുടെ കാര്യം ഒന്നുകൂടി ശ്രദ്ധിച്ച്, പല സ്ഥലങ്ങളിൽ പെർഫെക്ഷൻ കിട്ടിയില്ല. പക്ഷെ ഈ സോൾഫുൾനെസ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഈ പെർഫെക്ഷൻ നമുക്ക് വരാം. അത് നമ്മൾ തീർച്ചയായിട്ടും വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. പല രീതിയിൽ എല്ലാവരും പറയുന്നു എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന്. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ട് നമ്മൾ ഇനി ഒരു വലിയ സ്റ്റാർ ആകാൻ പോകുന്നു, ഒന്നും പറയണ്ട. അങ്ങനെയാണ് ശ്രീഹരി. സോ തീർച്ചയായിട്ടും അത് ഇറ്റ് വിൽ ബി ട്രൂത്ത്ഫുൾ വൺ ഡേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ശ്രീഹരിക്കുട്ട, സാർ നന്നായി മോനെ, നല്ല സെലക്ഷൻ, നല്ലൊരു ഫീൽ ഉണ്ട് മോൻ പാടുന്നതിൽ, ഒരു ജീവനുണ്ട് അതിൽ. വോയിസ് മാത്രം ഒന്ന് ശരിയാക്കിയാൽ മതി. വോയിസ് ഓരോ പാട്ടിനും കൊടുക്കുന്ന ആ രീതി മാത്രം. ഈ പാട്ട് ഇപ്പോൾ കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ചാന്ന് പോലെ പാടാൻ പറ്റില്ല ഈ പാട്ട്. ആ വോയിസ് സ്റ്റൈലല്ല ഇതിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗസലുകളൊക്കെ കേൾക്കാൻ ഞാൻ പറഞ്ഞത്. കേൾക്കുന്നില്ലേ? ഗസൽ എന്ന് പറയുമ്പോ എനിക്ക് ഇവന്റെ ഫ്രണ്ടിനെ ഓർമ്മ വരുന്നത്. ഇപ്പൊ മോനെ പേറ്റ് പറയുന്ന ഒരു സിംഗർ ഹരിജി അല്ലേ? ഹരിജിയുടെ ഗസൽ കേട്ടോ. വേറെ കുറെ ഗസൽ പേര് കേട്ട ഗസൽ സിംഗേഴ്സ് ഉണ്ട്. ഗുലാം അലി, മെഹദി ഹസൻ, പർവീൻ സുൽത്താന, ജഗജിത് സിംഗ്. ജഗജിത് സിംഗിന്റെ പക്ഷെ ഒരു റേഞ്ച്, ഒരു മിഡിൽ റേഞ്ചിലാണ്. അത് വേണ്ട. പങ്കജ് ഉദാസ്, അതെ, പങ്കജ് ഉദാസ്, അങ്ങനെയുള്ളവരുടെ പാട്ടുകൾ കേൾക്കാം കേട്ടോ. പിന്നെ എനിക്ക് തൈർക്കലം തൂകുന്ന തൂവെണ്ണ, എനിക്ക് എൻ്റെ ബാല്യം ഇനി വേണം, ഇനി എന്ത് വേണം അറിയില്ലല്ലോ, ഇനി എന്ത് മോഹം അറിയില്ലല്ലോ, അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി പെർഫെക്ഷൻ ഫീലുണ്ട്. ആ വോയിസ് കൊടുക്കുന്ന രീതി ശരിയാക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നന്നായിട്ട് പാടി. നമ്മളെല്ലാവരും പറഞ്ഞ കാര്യങ്ങളെല്ലാം മോൻ ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്താൽ വളരെ ബെസ്റ്റ് സിംഗറായിട്ട് മാറും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മണിയന് ഞാൻ തരുന്ന മാർക്ക് 8.75 ഔട്ട് ഓഫ് 10. താങ്ക് യു സാർ. അങ്കിൾ മോന് തരുന്നു 9.25. താങ്ക് യു സാർ. മധുവങ്കളും അനുമാമും ചേർന്ന് മോനെ തരുന്നു 9 ഔട്ട് ഓഫ് 10. താങ്ക് യു സാർ. So you got 27 out of 30. താങ്ക് യു സാർ. ശ്രീഹരി, മോൻ ഇന്നത്തെ പെർഫോമൻസിന് ജഡ്ജസ് പാനൽ തരുന്നു A extreme. താങ്ക് യു സാർ. അപ്പൊ മണിയ, സാർ എന്താ പൂക്കുറ്റിയാ വേണ്ടേ? ഗ്രൂമിംഗ് സ്പൂക്കുറ്റി. ഗ്രൂമിംഗ് പൂക്കുറ്റിയോ? അതെന്തോ? ഗ്രൂമേഴ്സ്. പഠിപ്പിക്കുന്ന സാറന്മാരെ കുറിച്ച് പൂക്കുറ്റി അടിക്കാൻ അല്ലേ? നല്ല മനസ്സുള്ള കുഞ്ഞ. അതെ, അടി ഒരു ഗ്രൂമേഴ്സ് പൂക്കുറ്റി. താങ്ക് യു സാർ. Congratulations, you are awarded A extreme. താങ്ക് യു സാർ. നമ്മെ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ക്യൂ ഡിസ്കൗണ്ട്സ് മൊബൈൽ ആപ്പ്. കോവിഡ് കാലത്ത് ഡിസ്കൗണ്ടുകൾ തേടി അലയണ്ട. തൊട്ടടുത്ത കടകളിലെ ഓഫറുകൾക്ക് ക്യൂ ഡിസ്കൗണ്ട്സ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.